നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 65. രാത്രി നന്നായി ഉറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ രാവിലെ ഉണരാൻ ജയ് വൈകി. അവൻ പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി. വഴിയരികിൽ ഒരാൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ ഒരു ആക്സിഡൻ്റ് ആണെന്ന് അവന് മനസ്സിലായി. വണ്ടിയൊന്ന് സൈഡിലേക്കായി ഒതുക്കി അവൻ ഓടിച്ചെന്നു. ചോരയിൽ വാർന്നു കിടക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. അവൻ പെട്ടെന്ന് തന്നെ ഓടിയെടുത്തു. എല്ലാവരും എന്തെങ്കിലും നോക്കിയിരിക്കുന്നേ, ഹോസ്പിറ്റലിൽ എത്തിക്കാം, അവൻ മുൻകൈയെടുത്തു പറഞ്ഞു. ഒരനക്കവുമില്ല, മരിച്ചെന്നാ തോന്നുന്നേ, ഒരാൾ പതുക്കെ പറഞ്ഞു. ജയ് ശരിക്കും ഒന്ന് ഞെട്ടി. ഈ കുട്ടി എന്ത് വരവാ വന്നേ, അത്ര സ്പീഡിലായിരുന്നു, മറ്റൊരാൾ പറഞ്ഞു. അപ്പോഴാണ് ജയ് ആളെ ശ്രദ്ധിച്ചത്. കാറിനരികിൽ വിറച്ചു നിൽക്കുന്ന അമ്മുവിനെ. അമ്മോ, മരിച്ചെന്ന് വിധി ചെയ്താൽ നമ്മളാരും ഡോക്ടറൊന്നും അല്ലല്ലോ, നമുക്കെന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാം, ജീവനുണ്ടെങ്കിലോ. പതറി നിൽക്കുന്ന അമ്മുവിനോടായി ജയ് പറഞ്ഞു. മോളെ, വണ്ടിയുടെ കീത്ത, നമുക്ക് ഇയാളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇതും പറഞ്ഞ് ജയ് തന്നെ കീയെടുത്ത് അയാളെ കാറിൽ കയറ്റി. ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അമ്മുവിനെയും കൂടി കാറിൽ കയറ്റി. അമ്മു ഒരനക്കവും ഏൽക്കാതെ പതറി നിൽക്കുകയാണ്. അവൾ നന്നായി ഭയന്നിട്ടുണ്ട്, കൂടെ ആൾക്കാരുടെ കുത്തുവാക്കും. അമ്മു ശരിക്കും പതറി. ഒരു മുൻപരിചയം ഇല്ല എന്ന രീതിയിലായിരുന്നു അമ്മുവിനോടും ജയ് പെരുമാറിയത്. അമ്മുവിനെയും ആക്സിഡൻ്റായി കിടക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറിനെയും കൊണ്ട് ജയ് ഹോസ്പിറ്റലിലേക്ക് കാറെടുത്തു. തന്നെ കൊണ്ട് പറ്റാവുന്ന വേഗത്തിൽ അവൻ കാർ ഓടിച്ചു. കാറിൽ ഇരിക്കുമ്പോഴും അമ്മു ഈ ലോകത്തല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവളൊന്നും മിണ്ടുന്നില്ല, ഒരു പ്രവൃത്തിയുമില്ല, ഒരനക്കവുമില്ലാത്തൊരിരുത്തം. നന്നായി പേടിച്ചിട്ടുണ്ട്. അവളുടെ മുഖത്തു നിന്ന് അത് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അമ്മുവിനോടായി ജയ് പതുക്കെ പറഞ്ഞു. മോളെ, ടെൻഷൻ അടിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല, നമുക്ക് നോക്കാം. ജയ് പറയുന്നതൊന്നും അമ്മുവിനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മുവിനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം, ഒന്നും സംഭവിക്കില്ലായിരിക്കും. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പേടിയോടെ ജയ്യെ നോക്കി നിന്നു. പിന്നീട് കാറിൻ്റെ പുറകിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറിനെയും ഒരു നിമിഷം അയാളെ നോക്കി നിൽക്കുന്ന അമ്മുവിനെയും പെട്ടെന്ന് തന്നെയാണ് അമ്മുവിൻ്റെ കണ്ണുകൾ പതുക്കെ അടയുന്നത് ജയ് കണ്ടത്. അമ്മു, അമ്മു, ജയ് വിളിച്ചു. അവളുടെ ബോധം പോയിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഇത് രണ്ടും ഇപ്പം എൻ്റെ തലയിലാവൂ. ജയ് ഒന്ന് പകച്ചുപോയി. എങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്ത് അവൻ വണ്ടി ഓടിച്ചു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തിച്ചു. ഹോസ്പിറ്റലിലെത്തിയ ഉടൻ ആക്സിഡൻ്റ് ആണെന്ന് ജയ് പറഞ്ഞു. പോലീസിൽ അറിയിച്ചോ? ചേട്ടാ, ആദ്യം ഒന്ന് ജീവനുണ്ടോ എന്ന് നോക്ക്, അത് കഴിഞ്ഞ്. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിലെത്തി. ബോധമില്ലാതെ അമ്മുവിനെയും ജയ് ഹോസ്പിറ്റലിലെത്തിച്ചു. പിന്നീട് കടന്നുപോയ മണിക്കൂറുകൾ, ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മുവിന് ബോധം തെളിഞ്ഞത്. വിട്ടുമാറാത്ത പതർച്ചയും ഭയത്തോടെ തന്നെ അവൾ കണ്ണു തുറന്നു. അടുത്തു നിൽക്കുന്ന സിസ്റ്ററെയും ഹോസ്പിറ്റലിൻ്റെയും റൂമും കണ്ടതോടെ താൻ ഹോസ്പിറ്റലിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ വ്യക്തിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ മരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ഭയം അവളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പതുക്കെ സിസ്റ്ററോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആക്സിഡൻ്റായ ആള് എങ്ങനെയുണ്ട്? അവളുടെ ശബ്ദം നല്ല വിറയുന്നുണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ, സിസ്റ്റർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മുവിന് അല്പം ആശ്വാസമായി. മരിച്ചിട്ടില്ലെന്നുള്ള ആശ്വാസം. പിന്നീട് അവൾ ഓർത്തത് ജയ്യുടെ മുഖമായിരുന്നു.
അവ്യക്തമായി തൻ്റെ മുന്നിൽ മറഞ്ഞുപോയ ആ മുഖം. തന്നെ കാറിൽ കയറ്റിയതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും ജയ്യാണെന്ന് അവൾക്ക് ഓർമ്മ വന്നു. അം, അതെ, എന്നെ ഇവിടെ എത്തിച്ച ആളില്ലേ? അം, ആളെവിടെ? അമ്മു സിസ്റ്ററോടായി ചോദിച്ചു. ആള് പുറത്തുണ്ട്. ആ അം, ഒന്ന് വിളിക്കാവോ? എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, ആൾ പുറത്തുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഇതും പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോയി. തിരിച്ചു വന്ന് സിസ്റ്റർ പറഞ്ഞു, ആളെ ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ ICUയുടെ മുന്നിലായിരിക്കും. ആ പേഷ്യൻ്റ് ICUയിലാണുള്ളത്. ഇപ്പം മൂക്ക് എങ്ങനെയുണ്ട്? കുറവില്ലേ? ആ ആ ഓക്കെ ആണ്. ഞാനെന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി. സിസ്റ്ററിനോട് അതും പറഞ്ഞു അമ്മു ഹോസ്പിറ്റലിലൂടെ നടന്നു. ജയ്യെ അന്വേഷിച്ച് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അമ്മ മനസ്സിലാക്കിയത്. ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അമ്മു ജയ്യുടെ അടുത്തേക്കായി ഓടി. ഹലോ. വല്ലേട്ടാ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞോ. വല്ലേട്ടാ, ഇപ്പം എന്താ ചെയ്യണ്ടേ? എടാ, ഞാൻ എന്താ പറയണ്ടേ? അയാളുടെ ജീവൻ നിനക്ക് എന്താ തോന്നുന്നേ? രക്ഷപ്പെടുമെന്നാ എൻ്റെ വിശ്വാസം. അങ്ങനെ ആവണേന്നാ എൻ്റെ പ്രാർത്ഥനയും. വേറെ ഓപ്ഷൻ ഇല്ലടാ. രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അവരുടെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ലേ? അറിയിച്ചു. അവർ വന്നു. ആദ്യമൊക്കെ ഭയങ്കര ബഹളം വെച്ചു. ഇപ്പം പിന്നെ പ്രശ്നമില്ല. പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. അതുമാത്രമല്ല, ഇനി അങ്ങോട്ട് അവർക്ക് ജീവിക്കാനുള്ള പൈസ വരെ കൊടുക്കാമെന്ന് നീ പറഞ്ഞോ ധൈര്യമായിട്ട്. അത് ഞാൻ കൊടുത്തോളാം. എന്തായാലും പ്രശ്നവും കേസൊന്നും ആവാൻ നിൽക്കണ്ട. ശരി. പിന്നെ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നീ അക്കൗണ്ട് നമ്പർ അയച്ചതാ? അയ്യോ ഏട്ടാ, എൻ്റെ അക്കൗണ്ടിലേക്ക് വേണ്ട. ഞാൻ അവരുടെ അക്കൗണ്ട് തന്നെ വാങ്ങിത്തരാം. ഏട്ടൻ അതിലേക്ക് തന്നെ ചെയ്താൽ മതി. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. എടാ, നീ അവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ വേറെ ആരോടെങ്കിലും വിവരം പറയണോ? അവിടേക്ക് വരാൻ പറയണോ? വല്യേട്ടൻ ചോദിച്ചു. അയ്യോ, അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. അമ്മു ഇപ്പം എങ്ങനെയുണ്ട്? ഇതുവരെ ബോധം വന്നിട്ടില്ല. ആണോ? ഞാനെന്തായാലും മിനുവിനോട് കാര്യം പറയാം. അയ്യോ ഏട്ടാ, അത് വേണ്ട. അതെന്താടാ? അല്ല, വെറുതെ എന്തിനാ ഒരു ടെൻഷൻ കൊടുക്കുന്നേ? മിനുവിനോട് പറയാൻ നിൽക്കണ്ട. പറയണ്ടേ? വേണ്ട ഏട്ടാ. അല്ലെങ്കിൽ തന്നെ അമ്മുവിൻ്റെ കാര്യത്തിൽ അവളാകെ, അതുകൊണ്ട് മിനുവിനോട് പറയാൻ നിൽക്കണ്ട ഏട്ടാ. എന്നാൽ ശരി, ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. ഏട്ടൻ വേറോട് പറയാൻ നിൽക്കണ്ട. പിന്നെ വണ്ടി ഓടിച്ചത് അമ്മുവാണെന്നും ആരോടും പറയണ്ടെന്നാ എൻ്റെ മനസ്സിൽ. അവൾക്ക് ചെറിയ കുട്ടിയല്ലേ ഏട്ടാ. എടാ, സാരമില്ല ഏട്ടാ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. പ്രശ്നമില്ല. ഏട്ടന് പറ്റുന്നെങ്കിൽ പൈസ കൊടുത്തവരെ സഹായിച്ചാൽ മതി. ശരി. നീ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാൻ മടിക്കരുത്. ഞാൻ വിളിക്കാം ഏട്ടാ. ഇതും പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പുറത്ത് ഇത് കേട്ടു നിൽക്കുകയായിരുന്നു അമ്മു. ഫോൺ കട്ട് ചെയ്ത ഉടൻ അമ്മു ജയ്യെ വിളിച്ചു. ജയ്, മോളെ, നീ ഉണർന്നോ? അമ്മുവിനെ കണ്ടയുടൻ ജയ് ചോദിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആൾക്കെങ്ങനെയുണ്ട്? ഒന്നും
പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മോളെ. മോളെന്തിനാ അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചേ? പറ്റിപ്പോയതാ, അവൾ ദയനീയമായി മറുപടി പറഞ്ഞു. ഒരു ജീവനല്ലേ മോളെ, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏയ് മോള് പേടിക്കണ്ട. മോളാണ് വണ്ടി ഓടിച്ചതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അതാരോടും പറയാനും പോകുന്നില്ല. അതുകൊണ്ട് മോൾ പേടിക്കണ്ട. പോലീസ് കേസാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ മോളെ, മോളാണ് വണ്ടി ഓടിച്ചതെന്ന് ഞാൻ ആരോടും പറയില്ല. പിന്നെ ആരോടിച്ചെന്നാ പറയും? അത് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞോളും. അത് അപ്പം താൻ കുടുങ്ങില്ലേ? കുടുങ്ങാനൊന്നും പോകുന്നില്ല. ആക്സിഡൻ്റ് അല്ലേ, അത്ര വലിയ സീനല്ല. പൈസ കൊടുത്ത് അവരെ ശരിയാക്കാൻ നമുക്ക് പറ്റും. വലിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള പൈസയും കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. തനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മോൾ വെറുതെ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി. ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. ലൈസൻസൊന്നും ഇല്ലാതെ വണ്ടിയൊന്നും ഓടിക്കരുതേ മോളെ. നമുക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇനി ഞാൻ വണ്ടി തൊടൂല. അയ്യേ, അങ്ങനെ പറഞ്ഞതല്ല. ലൈസൻസൊക്കെ കിട്ടിയിട്ട് മോക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം തൊടണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ലൈസൻസ് കിട്ടിയാലും ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുത്. സോറി, അത് സാരമില്ല. മോള് ശരിക്കും പേടിച്ചു അല്ലേ? പേടിക്കണ്ടെന്നേ, ഒന്നും സംഭവിക്കില്ല. മോക്ക് എന്തെങ്കിലും വാങ്ങിത്തരണോ? വിശക്കുന്നുണ്ടോ? നമുക്ക് ഫുഡ് വാങ്ങി കഴിക്കാം. വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല. പേടിക്കണ്ട മോളെ, ഞാനില്ലേ, എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്. മോള് പേടിക്കണ്ട. പിന്നെ വലിയേട്ടനെ വിളിച്ച് കാര്യം പറയാതെ ഇത്രയും വലിയൊരു പ്രശ്നം എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വലിയേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞത്. മോളുടെ അമ്മയോട് എന്തായാലും പറഞ്ഞിട്ടില്ല. പറയണോ? വേണ്ട, ഞാനും അതാ വിചാരിച്ചേ, പറയണ്ടെന്ന്. ബുദ്ധിമുട്ടായല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ജെയ് എന്നാണ് പേര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വെറും ഒരു തവണ മാത്രം പരിചയമുള്ള എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മോളെ എനിക്ക് ഒരു തവണത്തെ പരിചയമുള്ളൂ എങ്കിലും മോളുടെ കുടുംബമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ്. മുത്തശ്ശി പറഞ്ഞല്ലോ, ആ കുടുംബത്തോട് എനിക്ക് ചില കടപ്പാടുണ്ടെന്ന് കൂട്ടിക്കോളൂ. അവൾ ചിരിച്ചു. അവളുടെ മുഖത്ത് ആ ഭയം വിട്ടുമാറിയിട്ടില്ലെന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. മോള് അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടോ? ഇല്ല, അവരൊക്കെ വന്നോ? വന്നു. മോൾ അവരോട് സംസാരിക്കുന്നു. വേണ്ട, എനിക്ക് പേടിയാവുന്നു. അയ്യോ, പേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല. അവരോട് ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മോളിനി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, വണ്ടി ഓടിച്ചത് മോളാണെന്ന് ആരോടും പറയരുത്. ലൈസൻസ് ഇല്ലാതെ ഇനി മോൾ വണ്ടി എടുക്കരുത്. വണ്ടി ലൈസൻസ് കിട്ടിയാലും സ്പീഡിൽ ഓടിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ജയ് പറയുന്നത് ഒരനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ കേട്ടുനിന്നു. അവൻ തനിക്കാരാണെന്ന് അറിയില്ലെങ്കിലും അവൻ തനിക്ക് ആരൊക്കെയോ ആണെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിയുന്നു. എന്താ മോളെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. മോക്ക് ജ്യൂസോ മറ്റോ വേണോ? ഇല്ല, എനിക്കൊന്നും വേണ്ട. പേടിക്കാതിരിക്കട്ടോ. അത് എൻ്റെ ശരീരത്തു നിന്ന് വിറയലും മാറുന്നില്ല. അതാ, ആ ഒരു കൺമുന്നിൽ
ആ കാഴ്ച എനിക്ക് മായ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ. അവളത് പറഞ്ഞപ്പോൾ ജയ് അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, മോൾ ഒറ്റയ്ക്കല്ല. ഈ കാര്യത്തിൽ എന്ത് വന്നാലും മോളുടെ പേര് എവിടെയും വരാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കുക, ഓക്കെ? അവൻ്റെ ആ ചേർത്ത് പിടിക്കൽ, അവൻ പറഞ്ഞ ആ വാക്കുകൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തന്നെയായിരുന്നു. എന്താ മോളെ? താങ്ക് യു. ജയ് അവളുടെ തലയിൽ പതുക്കെ തലോടി. എന്നിട്ട് പറഞ്ഞു, എന്തിന്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കും എൻ്റേതായ ഒരുപാട് കടമകളുണ്ടെന്ന്. അത്രയേ ഉള്ളൂ. വാ, നമുക്കവിടെ ഇരിക്കാം. അവരോട് സംസാരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇരിക്കാം. മോളൊന്ന് റെസ്റ്റ് എടുക്ക്. എന്തായാലും റൂം എടുക്കണോ? വേണ്ട. എന്നാൽ മോൾ വീട്ടിൽ പോന്നോ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട. ഇവിടെ ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് വേണ്ട. ശരി, നമുക്കിവിടെ ഇരിക്കാം. തനിക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി എടുക്കുന്നത്. ആണോ? ഇപ്പോൾ ഞാൻ വിളിച്ച് ലീവാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. തനിക്ക് ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നീ ഒരിക്കൽ മറുപടി പറഞ്ഞില്ലേ? ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ തന്നെ എന്താ വിളിക്കണ്ടേ? എന്ത്? അല്ല, എനിക്ക് തന്നെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. പേര് വിളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ? എന്ത് പ്രശ്നം? അങ്ങനെ തന്നെ വിളിച്ചോളൂ. നല്ല പേരാ തൻ്റെ, ജയ്. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ വിളിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ അങ്കിൾന്നോ ഏട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കട്ടെ? മോക്ക് എന്താണ് വിളിക്കാൻ തോന്നുന്നത് അത് വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. എന്തായാലും പേര് വിളിക്കാൻ തോന്നുമെങ്കിൽ പേര് വിളിക്കാം, അല്ല വേറെ എന്തെങ്കിലും വിളിക്കാൻ തോന്നുമെങ്കിൽ അങ്ങനെ വിളിക്കാം. അവൾ ഒന്നും മിണ്ടിയില്ല. എല്ലാം തലയാട്ടി സമ്മതിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് ആ പേടി അത്ര പെട്ടെന്നൊന്നും വിട്ടുമാറില്ല എന്ന് അവന് മനസ്സിലായി. താൻ പരിചയപ്പെട്ട അമ്മുവല്ല തൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന അമ്മു. വളരെ സ്മാർട്ടായി അന്ന് തന്നോട് പൊട്ടിത്തെറിച്ചു പോയ അമ്മുവല്ല ഇന്നവൾ. പേടിച്ച് ടെൻഷനോടെ വിറങ്ങുന്ന ശരീരവുമായാണ് അവൾ ഇന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരച്ഛൻ്റെ വാത്സല്യം അവനിൽ ഉടലെടുത്തതുപോലെ അവന് തോന്നി. അവൾക്കും അങ്ങനെയൊക്കെ എന്തോ തോന്നിത്തുടങ്ങി. തനിക്ക് മുൻപരിചയമില്ലാത്തൊരാൾ തന്നെ ചേർത്ത് പിടിക്കുന്നു. താൻ ചെയ്ത തെറ്റ് അവൻ ഏറ്റെടുക്കുന്നു. തൻ്റെ പേരെവിടെയും വരില്ല എന്നവൻ പറയുന്നു. തനിക്ക് വേണ്ടി എന്തു ചെയ്യാൻ അവൻ തയ്യാറാവുന്നു. ആരാണിവൻ? തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ കയറി വന്നവൻ. അവൻ്റെ കൈക്കുള്ളിൽ പതുങ്ങുമ്പോഴും അവളുടെ ചിന്ത അതൊക്കെയായിരുന്നു. കൂടെ ആക്സിഡൻ്റായി കിടക്കുന്ന ആ മനുഷ്യൻ രക്ഷപ്പെടണേ എന്നുള്ള പ്രാർത്ഥനയും. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.